നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും ദേവനാരായണൻ തിരുമേനിയുടെ മകളെ തന്നെയാണ്, പ്രിയങ്കയല്ല, രാധികയെ. അത് വീട്ടിലെ ചില കാര്യങ്ങളാ. ഞാൻ വിചാരിച്ചാലും പരിഹാരമൊന്നും ഉണ്ടാവില്ല. അച്ഛനെ കൊണ്ടേ അത് ചെയ്യാൻ പറ്റൂ. ആദ്യം സംഭവം എന്താന്ന് പറ. എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോന്ന് നമുക്ക് നോക്കാം. വേണ്ട മാഡം, ഇക്കാര്യം ഫിദ മാഡത്തിനോട് പറയുകയും വേണ്ട. ഞാനിങ്ങനെയാ, വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും വന്നാ പെട്ടെന്ന് തളർന്നു പോവും. മോള് കാര്യം പറഞ്ഞില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മോള് വീട്ടിൽ ചെല്ലുമ്പോ അച്ഛനോട് പറയേണ്ടത് എന്താണെന്ന് അറിയോ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പണവും എന്റെ വീട്ടിലെത്തിക്കണം. ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ പണം എന്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ കുഞ്ഞുമോനൊരു വരവങ്ങോട്ട് വരും. തന്റെയും തള്ളയും മോളെയും എല്ലാത്തിനെയും കൂടെ പറക്കി പുറത്തിടും ഞാൻ. കുഞ്ഞുമോന്റെ തനി സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിലേ ഈ നാട്ടിലിറങ്ങി ചോദിച്ചു നോക്ക്. അച്ഛൻ അയാളിൽ നിന്ന് പണം വാങ്ങിയത് എന്റെ വിവാഹം നടത്താൻ വേണ്ടിട്ടാ. പക്ഷെ വിവാഹത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ശരിക്കും അതിന്റെ ഉത്തരവാദിത്തം എനിക്കല്ലേ? അയാൾ പറഞ്ഞതുപോലെ ചെയ്താ അച്ഛൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന അത് എന്നെ കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ലേ? അങ്ങനൊന്നും ചിന്തിക്കണ്ട. പിന്നെ പലിശക്കാരുടെ വാക്കുകള് അവർക്ക് അങ്ങനെ പറയാനല്ലേ അറിയൂ മോളെ. പണത്തിന് ബ്ലേഡിന്റെ മൂർച്ചയാ, ഏതറ്റം തൊട്ടാലും മുറിയും. മോള് പേടിക്കണ്ട, ദൈവം ഒരു വഴി കാണിച്ചു തരും. നിത്യേനെ പൂജിക്കുന്ന ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിന് രക്ഷാമാർഗം കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ഭഗവാനിൽ വിശ്വസിക്കുന്നതില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പിന്നെ ഫിദ മാഡത്തിനോട് പറയണ്ട കേട്ടോ, ഞാൻ ക്ലാസ്സിലോട്ട് പോവാം. ഏതായാലും ഇപ്പൊ ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുന്നില്ല. വാ, നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോവാം. ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഒന്ന് ചിരിക്കൂട്ടി. കുട്ടിയുടെ മുഖം ആടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഫിദ മാഡത്തിന് ഒട്ടും പറ്റിയെന്ന് വരില്ല. വാ. യാത്ര മുടങ്ങിയല്ലേ? എടോ, അച്ഛന് സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ പോകുന്നത്? ഈ യാത്ര മുടക്കിയതല്ലേ? ആര്? കണിമംഗലം പരമേശ്വരൻ, നിങ്ങളുടെ അച്ഛൻ. മഹാഭാരതത്തിലെ ശകുനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അതിനേക്കാൾ അല്പം കൂടുതലാ കണിമംഗലം പരമേശ്വരന്റെ ബുദ്ധി. എന്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ? പറയും, അച്ഛനെയും പറയും, മകനെയും പറയും. ഇത് നിങ്ങൾ ബോധപൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചതാ, അല്ലാതെ അങ്ങേർക്ക് ഒന്നുമില്ല. പ്രിയങ്ക, തനിക്ക് എന്നെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. വേണ്ട, സഹിക്കണ്ട. പക്ഷേ വരുൺ ഇപ്പൊ എന്റെ കൂടെ വരണം. എങ്ങോട്ട്? നമ്മൾ തമ്മിലുള്ള ഈ രഹസ്യ കച്ചവടം ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. അത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമ്പോ മതി. ഞാൻ പറയില്ല. ഇപ്പൊ അത് പറയാനുള്ള സമയമല്ല. നിങ്ങളുടെ സമയത്തിന് കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. വരുന്നോ ഇങ്ങോട്ട്? താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അതെ, എനിക്ക് ഭ്രാന്തായതുകൊണ്ടാണല്ലോ മനസ്സിൽ വേറൊരു പെണ്ണിനെ കൊണ്ട് നടന്നിട്ടും നിങ്ങളുടെ ഭാര്യയുടെ വേഷം കെട്ടി ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഭ്രാന്തായതുകൊണ്ടാണോ നിങ്ങളോടൊപ്പം അമേരിക്കയിലേക്ക് വരാൻ ഞാൻ തയ്യാറായത്? എനിക്കിന്നെ നിങ്ങളുടെ ഭാര്യ പദവിയൊന്നും വേണ്ട. നിങ്ങൾ ആരെയാണോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അത് ചെന്ന് നിങ്ങളുടെ വീട്ടുകാരോട് പറ. എന്നിട്ട് അവരെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എനിക്ക് കണിമംഗലത്തെ മരുമകളും ആവണ്ട, ഭാര്യ ആവണ്ട.
വരുൺ, നീ എന്റെ കൂടെ വാ. വാ ഇങ്ങോട്ട്. നിങ്ങൾ തമ്മിൽ ചെറിയ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാ ഞാനടക്കം എല്ലാവരും ഇതുവരെ കരുതിയിരുന്നു. പക്ഷേ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? എന്താ പ്രിയങ്ക പറഞ്ഞതിന്റെ അർത്ഥം? വേണ്ട മുത്തശ്ശി, ഇനി അതറിഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. എന്ന് ആര് പറഞ്ഞു? നീ നിന്റെ ജീവിതം നശിപ്പിച്ച് കളയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആരാ ആ പെൺകുട്ടി? ആരെ കുറിച്ചാ പ്രിയങ്ക പറഞ്ഞത്? നീയും പ്രിയങ്കയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് എനിക്ക് വ്യക്തമായി. നിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ വ്യക്തമായിട്ട് അവക്കറിയാം. ദേവനാരായണൻ തിരുമേനിയുടെ മകളെ നീ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് വിവാഹം ഉറപ്പിച്ചു. അത് നടത്തി. ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും ദേവനാരായണൻ തിരുമേനിയുടെ മകളെ തന്നെയാ, പ്രിയങ്കയല്ല, രാധികയെ. മോനെ, അതെ മുത്തശ്ശി, ഞാൻ നിങ്ങളോട് പോയി വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞത് രാധികമായിട്ടാ. പക്ഷേ നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ചു. പ്രിയങ്കയുടെ മുഖം കണ്ട നിമിഷം മുതൽ ഞാൻ ആവർത്തിച്ച് നിങ്ങളോടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ കരുതി ഞാൻ എന്തോ മണ്ടത്തരം വിളിച്ച് പറയുകയാണെന്ന്. രാധികയുടെ കാര്യത്തിൽ നിനക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും? എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, വധുവിന്റെ വേഷത്തില് ഞാൻ രാധികയെ കണ്ടതാ, അവളുടെ ഫോട്ടോസും എടുത്തതാ. പക്ഷേ കതിർമണ്ഡപത്തിലേക്ക് കയറി വന്നതും എന്റെ കൈ പിടിച്ചതും പ്രിയങ്ക. എന്നെ ചതിച്ചതാണ്. ഒരുപക്ഷെ പ്രിയങ്ക തനിച്ച്, അല്ലെങ്കിൽ അവളും അവളുടെ വീട്ടുകാരും ഒന്നിച്ച്. മോനെ, പ്രിയങ്ക പറഞ്ഞാണ് സത്യം. അവൾ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുകയാണ്. അതവൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള കൂലി പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. അല്ലാതെ കണിമംഗലത്തുകാരോട് സ്നേഹമോ ബഹുമാനോ അതൊന്നും അവക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.